വെൽക്കം ഫ്രണ്ട്സ്. PSC കോഡ്സ് ലോജിക് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 12,000 GK എന്നുള്ള ഡയമണ്ട് ജൂബിലി എഡിഷൻ ഒന്ന് നോക്കാം. ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഐസക് പിറ്റ്മാൻ. ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് ഐസക് പിറ്റ്മാൻ ആണ്. അതായത് സിമ്പിൾസൊക്കെ വെച്ചിട്ട് വേർഡ്സും ലെറ്റേഴ്സും സൗണ്ടൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത്. അതായത് ഒത്തിരി ടൈം കൺസ്യൂം ചെയ്യാതെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഹാൻഡ് മെത്തേഡ് കണ്ടുപിടിച്ചത് പിറ്റ്മാൻ ആണ്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. പിറ്റ്, ഷോർട്ടായിട്ടുള്ള പിറ്റ്, അതായത് ചെറിയ കുഴി അല്ലേ? പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴി. ചെറിയ കുഴി കുഴിക്കാൻ നമുക്ക് ഹാൻഡ് മാത്രമേ വേണ്ടൂ അല്ലേ? ഹാൻഡ് വെച്ചിട്ട് കുഴിക്കാം, നമ്മുടെ കൈ വെച്ചിട്ടാണ് ചെറിയ കുഴിയൊക്കെ കുഴിക്കാൻ നമുക്ക് സാധിക്കും. വലിയ കുഴിയൊക്കെ ആണെങ്കിൽ നമുക്കത് പറ്റില്ല അല്ലേ? കൈക്കോട്ട് മൺവെട്ടിയൊക്കെ വേണം. സോ ഷോർട്ട് പിറ്റ് കുഴിക്കാൻ ഹാൻഡ് മതി. അപ്പോൾ അങ്ങനെ ആലോചിക്കാം. ഇനി റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ്? മാർക്കോണിയാണ്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. എന്നാൽ റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറിയും പിയറി ക്യൂറിയും ചേർന്നാണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ്. വേൾഡ്സ് ലോങ്ങസ്റ്റ് റിവറാണ് നൈല്. വേൾഡ്സ് ലാർജസ്റ്റ് റിവർ ആമസോണാണ്. വലിയ നദി എന്ന് പറയുന്നത് ആമസോണും നീളം കൂടിയ നദി എന്ന് പറയുന്നത് നൈലുമാണ്. ഇന്ത്യയിലെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. എന്തുകൊണ്ട് കിഴക്കിൻ്റെ വെനീസ്? ഇന്ത്യയിലെ ഏറ്റവും വെസ്റ്റേൺ ആയിട്ട് നിൽക്കുന്ന അല്ലേ, പടിഞ്ഞാറായിട്ട് നിൽക്കുന്ന ഈ ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിക്കുന്നത് ലോക ഭൂപടം വെച്ചിട്ടുള്ള ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഇനി മാഗ്ന കാർട്ട ഒപ്പുവെച്ചതെന്ന് 1215 ജൂൺ 15 മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത്. തേംസ് നദിക്കരയിലുള്ള റാനിമീഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കിങ് ജോൺ ആണ് ഈ മാഗ്ന കാർട്ട ഒപ്പുവയ്ക്കുന്നത്. 1939 സെപ്റ്റംബർ 1 പ്രാധാന്യം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു എന്നതാണ്. അപ്പോൾ ഇതോടനുബന്ധിച്ച് നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയാം. ഏതാണ്? 1914 മുതൽ 18 വരെയാണല്ലോ ഒന്നാം ലോക മഹായുദ്ധം. അതിൻ്റെ ഡേറ്റ് വരുന്നത് എങ്ങനെയാണ്? ജൂലൈ 28, 1914 മുതൽ നവംബർ 11, 1918 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായിരുന്നത്. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് അതിൽ കുറച്ചുകൂടി ഈസിയാണ്. എന്താണ്? സെപ്റ്റംബർ 1, 1939 മുതൽ സെപ്റ്റംബർ 2, 1945 വരെയാണ്. ഓക്കെ, 6 വർഷം. മറ്റത് 4, ഇത് 6 വർഷം. ഓക്കെ. ഇനി 1776 ജൂലൈ 4 പ്രാധാന്യം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പം നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ നമ്മുടെ ജൂലൈ 4 എന്ന് പറയുന്ന ഒരു മലയാളം സിനിമ ഉണ്ടല്ലോ, ജൂലൈ 4. അതും അമേരിക്കൻ സ്വാതന്ത്ര്യത്തിനുമായിട്ട് ബന്ധമൊന്നുമില്ല, എന്നാലും അത് അങ്ങനെ ഒരു പേരിട്ടതെന്ന് വെച്ചാൽ ജൂലൈ 4 റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. പക്ഷേ ജൂലൈ 4 റിലീസ് ചെയ്യാൻ പറ്റിയില്ല. ജൂലൈ 5 അത് റിലീസ് ചെയ്തത്. അതുപോട്ടെ, ജൂലൈ 4 എന്ന് പറയുന്ന ആ സിനിമ ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒരു സ്ഥലത്ത് അകപ്പെടുന്നു, അതിനെ രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ആ സിനിമ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക. എന്താണ്? ഇൻഡിപെൻഡൻസുമായിട്ട് ആലോചിച്ച് വരുമ്പോൾ ജൂലൈ 4 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസമാണ്. അത് ഏത് വർഷമായിരുന്നു? 1776 ആയിരുന്നു. ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷയുമായാണ് ഫിലോളജി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഫിലോളജി ഭാഷയാണെങ്കിൽ ഫിലാറ്റലി സ്റ്റാമ്പ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിലോളജി ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിലാറ്റലി സ്റ്റാമ്പ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിലും ഈ ഓളജി എന്ന് പറയുമ്പോൾ ഒരു നോളജ് കളക്ഷൻ ആണല്ലോ. ഫിലോളജി, അതുപോലെ ഊവോളജി, സൂവോളജി, ബയോളജി, ഇതൊക്കെ പഠനശാഖകളാണ്. അപ്പോൾ ഫിലോളജി പഠിത്തം അല്ലെങ്കിൽ ഭാഷയെക്കുറിച്ച് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിലാറ്റലി സ്റ്റാമ്പുമായിട്ട്. അതുപോലെ ഫിലോസഫി ബിഹേവിയർ സംബന്ധിച്ച് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞതോ, ആളുകളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ വിളിക്കുന്നത് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നാണ്. ഫിലാന്ത്രോപ്പിസ്റ്റ്. ആളുകളെ ഇഷ്ടമല്ലാത്തവർ അല്ലെങ്കിൽ മനുഷ്യന്മാരെ ഇഷ്ടമല്ലാത്തവർ നമ്മൾ വിളിക്കും മിസാന്ത്രോപ്പിസ്റ്റ് അല്ലേ? സോ ഫിലാന്ത്രോപ്പിസ്റ്റ് ആളുകളെ ഇഷ്ടപ്പെടുന്നവർ. ഫിലാറ്റലി സ്റ്റാമ്പ് കളക്ഷൻ. ഫിലോളജി ഭാഷയുമായിട്ടുള്ള പഠനം. ഫിലോസഫി ബിഹേവിയറൽ വൈസുള്ള പഠനം.
ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദിയാണ് സിന്ധു നദി. സിന്ധു നദി അല്ലെങ്കിൽ സിന്ധു എന്ന പേരിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരം അല്ലേ, അങ്ങനെയൊക്കെയാണ് ഇൻഡസ് നദി സിവിലൈസേഷൻ, അതിൽ നിന്നൊക്കെയാണ് ഈ ഇന്ത്യ എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. ഡീസൽ എൻജിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ ആണ്. പേരിൽ തന്നെ ഡീസൽ ഉണ്ട് അല്ലേ. ഡീസൽ എൻജിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എഒ ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എഒ ഹ്യൂം ആണ്. 1885 അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഡിസംബർ 28 അതുകൂടെ പഠിക്കണം. 1885 ഡിസംബർ 28 അപ്പോൾ 28 ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് മുംബൈയിൽ അല്ലെങ്കിൽ ബോംബെയിൽ, അന്നത്തെ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചൊരു മീറ്റിംഗ് നടക്കുന്നു. ഇത് ഫോർമേഷൻ ആവുന്നു. 31 വരെ ആ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. 72 പേരാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ ഒരു INC ഫോം ചെയ്യുന്നത് സേഫ്റ്റി വാൽവ് തിയറി ബേസ് ചെയ്തിട്ടാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒന്ന് കുളം തോണ്ടുന്നതൊക്കെയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സേഫ്റ്റി വാൽവ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ സേഫ്റ്റി വാൽവ് തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? ദാദാബായി നവറോജി ആണ്. അതുപോലെ ഈ എഒ ഹ്യൂം എന്ന് പറയുന്നത് INC ഫോം ചെയ്തല്ലോ, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഹെർമിറ്റ് ഓഫ് ഷിംല എന്നറിയപ്പെടുന്നു. ഹെർമിറ്റ് ഓഫ് ഷിംല എന്നറിയപ്പെടുന്നു. പീസ് ലവിങ് പേഴ്സൺ ആണ്. അതുപോലെ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ, ഇന്ത്യൻ പക്ഷി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഒ ഹ്യൂമാണ്. ഇനി എഒ ഹ്യൂം അതിൻ്റെ ഫസ്റ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. INCയുടെ ഫസ്റ്റ് ജനറൽ സെക്രട്ടറി എഒ ഹ്യൂം അല്ലെങ്കിൽ അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ്. അതുപോലെ ഫസ്റ്റ് പ്രസിഡൻറ്റ് WC ബാനർജി അല്ലെങ്കിൽ വോമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് INC ആയിട്ട് ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. 12 CBIയുടെ പൂർണ്ണ രൂപം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മുടെ സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നില്ലേ, CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണെന്ന്. അപ്പോൾ അത് കേട്ട ആരും അത് മറക്കില്ല. ഇനി CBIയുടെ ഡയറക്ടർ, ഇപ്പോഴത്തെ ഡയറക്ടറാണ് സുബോധ് കുമാർ ജയ്സ്വാൾ. നല്ല സുബോധമുള്ള ഒരാളാണ് ഇപ്പോഴത്തെ CBI ഡയറക്ടർ. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാല്ലേ, സോ സെൻട്രൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അപ്പോൾ സുബോധ് കുമാർ ജയ്സ്വാൾ ആണ് ഡയറക്ടർ. 13 ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ശാസ്താംകോട്ട തടാകം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. അത് കൊല്ലത്താണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകവും പൂക്കോടാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോടും ഏറ്റവും വലുത് ശാസ്താംകോട്ടയുമാണ്. ഇനി എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ തടാകം കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട് കായലാണ്. നീരാളിയുടെ കൈകൾ പോലെ ഇരിക്കുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. അഷ്ടം എന്ന് പറയുമ്പോൾ തന്നെ 8 നീരാളിക്ക് 8 കൈകൾ, സോ 8 കൈകൾ പോലെ ഇരിക്കുന്ന കായലാണ് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. ഇനി ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? മേപ്പാടി കായലാണ്. അപ്പോൾ എന്താണ്? ഹൃദയം മിടിക്കുന്നത് ഓർക്കാം, മിടിപ്പ് അല്ലേ, മേപ്പാടി മിടിപ്പ് എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്യുക. ഇനി അടുത്തത് രാമാനുജം ഏത് വിഷയത്തിൽ പ്രസിദ്ധനാണ്? ഗണിതം. ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റീഷ്യനാണ് അല്ലേ, ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. 7 കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമാണ്. 7 കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമാണ്. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു ഏതാണ്? മൈക്രോബാക്ടീരിയം ലെപ്രയാണ്. ഈ ലെപ്രസി എന്നാണ് നമ്മൾ കുഷ്ഠത്തിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. കുഷ്ഠരോഗത്തെ ഇംഗ്ലീഷിൽ പറയുന്നത് ലെപ്രസി എന്നാണ്. സോ അത് പരത്തുന്ന അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന അണു ഏതാണ്? മൈക്രോബാക്ടീരിയം ലെപ്രയാണ്. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. കണ്ണിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. ക്യാരറ്റിലൊക്കെ വിറ്റാമിൻ എ ആണ് ഉള്ളത്. അതുകൊണ്ട് ക്യാരറ്റ് കഴിച്ചാൽ കണ്ണിന് നല്ലതാണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതുപോലെ
ഈ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ കണ്ണിന് തന്നെയാണ് ബാധിക്കുക. നൈറ്റ് ബ്ലൈൻഡ്നെസ് കേട്ടിട്ടില്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇസ് ദ ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ എന്ന്. സോ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി അന്ധത എന്ന് പറയും നമ്മൾ. അപ്പോൾ അതാണ്. ഇനി നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം എന്ന് വെച്ചാൽ ആസിഡ്. നാരങ്ങയിലും ഓറഞ്ചിലും ഒക്കെ ഉള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡാണ്. പുളിയുള്ള ആസിഡ് പുളി, എല്ലാ ആസിഡും പുളിയുള്ളതാണ് കേട്ടോ. അപ്പോൾ നാരങ്ങയിലും ഓറഞ്ചിലും സിട്രിക് ആസിഡാണ്. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെറ്റിനിസം. ഈ തൈറോക്സിൻ്റെ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനക്ഷമത കുറയുമ്പോൾ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡീമ. അപ്പോൾ തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ക്രിട്ടനിസം ആണെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡീമ. ഇനി ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ. ഐസ് പ്ലാന്റുകളിൽ അമോണിയ ഉപയോഗിക്കുന്നത് ഒരു റെഫ്രിജറൻ്റ് ആയിട്ടാണ്. റെഫ്രിജറൻ്റ് എന്ന് പറഞ്ഞാൽ ചൂട് കുറയ്ക്കാൻ അല്ലേ, ചൂട് കുറച്ച് കൂളാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഐസ് പ്ലാന്റുകളിൽ ഒത്തിരി ചൂട് വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഈ അമോണിയം വാതകം മൊത്തം ചൂടിനെയും ആവാഹിച്ച് അത് വേപ്പറൈസ് ആയിട്ട് മാറുന്നു അല്ലേ. പിന്നീട് അത് കൂളായി തിരിച്ച് ലിക്വിഡ് ഫോമിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ഐസ് പ്ലാന്റുകളിൽ റെഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കുന്ന വാതകം അമോണിയയാണ്. ഫാക്ടം ഫോസിൻ്റെ രാസനാമം അമോണിയം കാർബണേറ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അമോണിയം ഫോസ്ഫേറ്റ് സൾഫേറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം. ഫാക്ടം ഫോസിൻ്റെ രാസനാമം അമോണിയം ഫോസ്ഫേറ്റ് സൾഫേറ്റ് ആണ്. അതായത് അമോണിയം ഫോസ്ഫേറ്റിൻ്റെയും അമോണിയം സൾഫേറ്റിൻ്റെയും ഒരു മിശ്രിതമാണ് ഫാക്ടം ഫോസ്. അപ്പോൾ ഫോസ്ഫേറ്റിൻ്റെ ഫോയും സൾഫേറ്റിൻ്റെ എസ്സുമായിട്ട് ആലോചിക്കുക കേട്ടോ. ഫാക്ടം ഫോസ്, അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ്. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രഷറൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഹോസ്പിറ്റലിലെ ആ സംഭവമാണ്. ഇനി വൈദ്യുതിയുടെ വാണിജ്യ ഏകകമാണ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവറിലാണ് നമ്മുടെ വൈദ്യുതി അളക്കുന്നത് അല്ലേ. നമ്മുടെ മീറ്ററിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ്. വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ ഇങ്ങനെ ആലോചിക്കാം അല്ലേ. മാത്തമാറ്റിക്സ് കൂടുതലും വരണം, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാത്സ് ചെയ്യേണ്ടി വരുന്നത് ഈ നാണയങ്ങൾ അല്ലെങ്കിൽ കറൻസിയുടെ കാര്യത്തിലല്ലേ. അപ്പോൾ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ന്യൂമിസ്മാറ്റിക്സ് എന്നൊന്ന് ആലോചിച്ച് വയ്ക്കാമല്ലോ. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു രാജ്കുമാരി അമൃത് കൗർ ആയിരുന്നു ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി. മുഹമ്മദ് നബി ജനിച്ച സ്ഥലം ഏതാണ്? മക്കയാണ്. മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മക്കയാണ്. മരണപ്പെട്ടത് മദീനയിലാണ്. ഇനി സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു, വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ അല്ലേ. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയനാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആദ്യമായിട്ട് നോബൽ സമ്മാനം നേടുന്ന ഭാരതീയൻ. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ടിലാണ് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത്. പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഷാജി എൻ കരുണാണ്. അല്ലെങ്കിലും ഏറ്റവും കാരുണ്യം തോന്നുന്നത് ഈ പിറവി എടുത്ത കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്ക് നോക്കുമ്പോഴല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇമ്പോർട്ടൻ്റ് ആണോ എന്നറിയില്ല അല്ലേ. പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഷാജി എൻ കരുണാണ്. ഗള്ളിവറുടെ സഞ്ചാര കൃതികൾ അല്ലെങ്കിൽ കഥകൾ രചിച്ചത് ജൊനാഥൻ സ്വിഫ്റ്റ് ആണ്. ഗള്ളിവേഴ്സ് ട്രാവൽസ് ഇംഗ്ലീഷ് കൃതിയാണ്. അത് രചിച്ചത് ജൊനാഥൻ സ്വിഫ്റ്റ് ആണ്. അല്ലെങ്കിൽ ഈ സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു യാത്രയായിട്ട് ബന്ധപ്പെട്ടല്ലേ തോന്നി. ഇപ്പോൾ കാറിൻ്റെ പേരൊക്കെ ഉണ്ടല്ലേ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തിരിക്കാൻ പറ്റുന്നൊരു പേരാണ് ഗള്ളിവറുടെ സഞ്ചാര കഥകൾ, ജൊനാഥൻ സ്വിഫ്റ്റ്. 32. വിളക്കേന്തിയ വനിത എന്നറിയപ്പെട്ടത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. കാരണം ഇവരൊരു നേഴ്സായിരുന്നു, വളരെ നല്ലൊരു നേഴ്സായിരുന്നു. ഇങ്ങനൊരു വിശേഷണം വരാൻ കാരണം
ക്രീമിയൻ യുദ്ധം നടക്കുമ്പോൾ, അതായത് ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ്, ഒട്ടോമൻ എംപയർ ഇവരൊക്കെ കൂടിയുള്ള ഒരു മിലിറ്ററി വാർ നടക്കുന്ന സമയത്ത് അവിടെയുള്ള സോൾജിയേഴ്സിനെ പരിചരിച്ച് അവരുടെ ഡെഡിക്കേഷൻ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ വിളക്കേന്ത്യ വനിത എന്നുള്ളൊരു വിശേഷണം അവർക്ക് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേൽ വിളക്കേന്ത്യ വനിതയാണ്. അല്ലെങ്കിലും ഈ ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ ഫ്ലൂറസെൻറ്റ് ലാമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? CFLൻ്റെ ഒക്കെ ഫുൾ ഫോം എന്താണ്? കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ് എന്നല്ലേ. അപ്പോൾ വിളക്കേന്ത്യ വനിതയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പേര് തന്നെയാണ്. സന്തോഷ് ട്രോഫി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതിയാണ് പരമവീരചക്രം. അപ്പോൾ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി പരമവീരചക്രം, അല്ലെങ്കിലും പരമം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മുകളിലൊന്നുമില്ല അല്ലേ. അതുപോലെ ധീരന്മാരെയാണ് നമ്മൾ വീരന്മാർ എന്നൊക്കെ വിളിക്കുക. അപ്പോൾ പരമവീരചക്രം. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്, നമ്മുടെ വീനസ് അല്ലേ. പ്രഭാത നക്ഷത്രം എന്ന് മാത്രമല്ല, പ്രദോഷ നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ, അതുപോലെ എർത്തിൻ്റെ ഇരട്ട, എർത്ത്സ് ട്വിൻ, അതുപോലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, ഇതൊക്കെ ആരാണ് അല്ലെങ്കിൽ ഏതാണ്? ശുക്രനാണ്, വീനസാണ്. ഇനി 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹിയിലാണ്, ഇന്ത്യയുടെ തലസ്ഥാനത്താണ്. എന്നാണ് സ്ഥാപിതമായത്? 1959. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലാണ് ന്യൂട്രീഷൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? ജൂയിഷ് ആയിട്ടുള്ള ഐൻസ്റ്റീൻ്റെയാണ്. ജൂത മതസ്ഥനായ ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ് മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും എന്നുള്ളത്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഈർപ്പം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലേ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ്. എന്നാൽ റിലേറ്റീവ് ഡെൻസിറ്റി, വെള്ളവുമായിട്ട് അപേക്ഷിച്ച് മറ്റ് ലിക്വിഡ്സിനുള്ള ഡെൻസിറ്റി അളക്കുന്ന റിലേറ്റീവ് ഡെൻസിറ്റി, അതിൻ്റെ മെഷർമെൻറ്റ് എന്ത് ഉപകരണം വഴിയാണ്? ഹൈഡ്രോമീറ്റർ വഴിയാണ്. ഓക്കെ, ജലവുമായിട്ട് താരതമ്യപ്പെടുത്തി മറ്റ് ലിക്വിഡ്സിൻ്റെ ഡെൻസിറ്റി അളക്കുന്നത് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കുന്നത് ഹൈഡ്രോമീറ്ററും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അളക്കുന്നത് ഹൈഗ്രോമീറ്ററുമാണ്. അത് രണ്ടുമാണ് നമ്മൾ മാറിപ്പോവാറുള്ളത്. ഇനി സർഗാസോ കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സർഗാസോ കടൽ. സർഗാസോ കടലിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതിന് തീരപ്രദേശമില്ല, കോസ്റ്റ് ലൈൻ ഇല്ലാത്ത ലോകത്തിലെ ഒരേ ഒരു കടലാണ് സർഗാസോ കടൽ. അത് ഈ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഉള്ളിലായിട്ട് വരും. അതുകൊണ്ടാണ് അതിന് കടലില്ല, തീരപ്രദേശമില്ല എന്ന് പറയുന്നത്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? പരിസ്ഥിതി സംരക്ഷണം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരൻ അല്ലെങ്കിൽ ചിപ്കോ പ്രസ്ഥാനം തുടങ്ങിയത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. 1973 അന്നത്തെ ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിരുന്ന ചമോലി ഡിസ്ട്രിക്റ്റിലാണ് ഇത് തുടക്കമിടുന്നത്. ഇന്ന് അത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം 1973. സുന്ദർലാൽ ബഹുഗുണ ഈ അടുത്താണ് അന്തരിച്ചത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതുപോലെ വന്ന വേറൊരു പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. അത് കർണാടകയിലായിരുന്നു. 1983, കറക്റ്റ് 10 വർഷത്തിന് ശേഷം അല്ലേ. 73 ചിപ്കോ, 83 അപ്പിക്കോ. ഓക്കെ, അപ്പോൾ ഈ അപ്പിക്കോ പ്രസ്ഥാനം കൊണ്ടുവന്നത് ആത്മാറാം പാണ്ഡുരംഗ് ഹെഗ്ഡെ ആണ് കേട്ടോ. മറ്റേത് സുന്ദർലാൽ ബഹുഗുണയാണ്, ഇത് പാണ്ഡുരംഗ് ഹെഗ്ഡെ ആണ്. ഇന്ത്യൻ യൂണിയൻ്റെ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ യൂണിയൻ്റെ ബജറ്റിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ബജറ്റ് ആരാണ്? PC മഹലനോബിസ് ആണ്. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടം എന്ന മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത്. 44 മദർ തെരേസ ജനിച്ച രാജ്യം? മുൻ യൂഗോസ്ലാവിയയിലെ മാസിഡോണിയയിലാണ് മദർ തെരേസ ജനിച്ചത്. എവിടെയാണ്? യൂഗോസ്ലാവിയയിലെ മാസിഡോണിയയിലാണ്.
45. മിസ്റ്റർ നൈറ്റ് എന്നറിയപ്പെട്ട റഷ്യൻ നേതാവാണ് ആൻഡ്രേയ് ഗ്രോമൈക്കോ. ആൻഡ്രേയ് ഗ്രോമൈക്കോയെ അറിയപ്പെട്ടിരുന്നത് മിസ്റ്റർ നൈറ്റ് എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഫ്രീക്വൻ്റ് ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് കൗൺസിലിൽ സോവിയറ്റ് വീറ്റോ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വീറ്റോ ഒരുപാട് ഉപയോഗിച്ചത് കാരണം ഇദ്ദേഹത്തെ മിസ്റ്റർ നൈറ്റ് എന്ന് വിളിക്കുന്നു. അതായത് എന്താണ് നോ, നൈറ്റ് എന്ന് വെച്ചാൽ റഷ്യൻ ലാംഗ്വേജിൽ നോ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കാര്യം റിജക്റ്റ് ചെയ്യുന്നതിനാണല്ലോ നൈറ്റ് വീറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ റിജക്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്രാവശ്യം ഇത് റിജക്റ്റ് ചെയ്യുമ്പോൾ അതിനെ നോന്നാക്കി അങ്ങനെ വിളിച്ചതായിരിക്കാം. മിസ്റ്റർ നൈറ്റ് എന്നറിയപ്പെടുന്ന റഷ്യൻ നേതാവ് ആൻഡ്രേയ് ഗ്രോമൈക്കോ. കുഡൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? കുഡൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് കുഡൽ കമ്മീഷൻ അന്വേഷിച്ചത്. അപ്പോൾ ഈ കുടലും നിധിയും തമ്മിലൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അതായത് ഈ കുടത്തിലാണ് നമ്മൾ സാധാരണ നിധിയൊക്കെ കിട്ടുന്നത്. എങ്ങനെയാണ്? കുടത്തിലല്ലേ. അപ്പോൾ ഒരുപാട് കമ്മീഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ, ഓരോ ഹെഡും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനില്ലേ. അപ്പോൾ അതുകൊണ്ട് മാറിപ്പോവാൻ ചാൻസ് ഉള്ളവരാണ് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ എന്താ കുഡൽ കമ്മീഷൻ, ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം എന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരില്ല. വിമോചന സമരകാലത്ത് ജീവശിഖ യാത്ര നയിച്ചത് അല്ലെങ്കിൽ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരകാലത്ത് ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ് നടരാജ ഗുരു. അദ്ദേഹമാണ് നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. നീലഗിരി, നാരായണ ഗുരുകുലം, നടരാജ ഗുരു എല്ലാം നായാണല്ലേ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ടി കെ മാധവൻ വക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്? കാക്കിനഡ കോൺഗ്രസ് സെഷനിലാണ് ടി കെ മാധവൻ ഐത്തോച്ചാടന പ്രസംഗം നടത്തുന്നത് അല്ലേ, പ്രമേയം അവതരിപ്പിക്കുന്നത്. 1923 കാക്കിനഡ സെഷനിലാണ് ടി കെ മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നത്. അത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ കൃതി എഴുതിയത് വള്ളത്തോളാണ്. അതാരെക്കുറിച്ചാണ്? ഗാന്ധിജിയെക്കുറിച്ചാണ്. ഓക്കെ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കൃതി എഴുതിയത് വള്ളത്തോളാണ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കോച്ചായിരുന്നല്ലോ പണ്ടത്തെ പുരാണങ്ങളിലെ. സോ ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത് കോച്ചസിന് വേണ്ടിയിട്ടാണ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ്. ആദ്യത്തെ വേദം ഏതാണ്? ഋഗ്വേദമാണ് ആദ്യത്തെ വേദം. 1028 ഹൈമൻസ് ആണ് അതിൽ ഉള്ളത്. ജൈനമത സ്ഥാപകൻ ആരാണ്? മഹാവീര എന്ന് വെച്ചാൽ ഫുൾ നെയിം എന്താണ്? വർദ്ധമാന മഹാവീര. ജൈനമത സ്ഥാപകനാണ്. ബുദ്ധമത സ്ഥാപകൻ ആരാണ്? സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധയാണ് അല്ലേ. ജൈനമത സ്ഥാപകൻ വർദ്ധമാന മഹാവീര തീർത്ഥങ്കരയാണ്. അശോക ചക്രവർത്തിയുടെ തലസ്ഥാനമാണ് പാടലീപുത്രമാണ് അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം. മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം. മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1526 ആദ്യത്തെ പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത് ബാബറും ഇബ്രാഹിം ലോധിയുമായിട്ടാണ്. അപ്പോൾ ഇബ്രാഹിം ലോധി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇബ്രാഹിം ലോധിയെ വന്ന് ഫൈറ്റ് ചെയ്തത് ആരാണ്? ബാബറാണ്. ഭരണം പിടിച്ചടക്കുകയും ചെയ്തു 1526. ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ അറ്റം എന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ എന്ന് ചോദിച്ചാൽ, അതായത് ഐലൻഡുകളൊന്നും പെടില്ല, നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു തീരപ്രദേശം ഒക്കെ അത് ബാക്കിയൊക്കെ ഒഴിവാക്കി ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും തെക്കേ അറ്റം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്.
ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ കോളാണ്. അപ്പോൾ ഇന്ദിരാ കോളും ഇന്ദിരാ പോയിന്റ് മാറിപ്പോരുത്. ഈ ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ നിക്കോബാറിലാണ്, ഗ്രേറ്റ് നിക്കോബാറിലാണ്. അപ്പോൾ കോളും പോയിന്റ് മാറിപ്പോവാതിരിക്കാൻ നമുക്ക് ഈ കോൾഡായിട്ടൊന്ന് ഉപമിച്ച് നോക്കാം. അതായത് ഈ നോർത്തേൺ ഹിൽസിലൊക്കെ ഒത്തിരി ഭയങ്കര തണുപ്പാണ് അല്ലേ, ലഡാക്ക്, കാശ്മീർ, ഹിമാചൽ പ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അവിടെ ഹിമാലയാസും അങ്ങനെയുള്ള റേഞ്ചസൊക്കെ കാരണം. അപ്പോൾ ഇന്ദിരാ കോൾ എന്ന് പറയുന്നത് കോൾഡസ്റ്റ് ആയിട്ടുള്ള നോർത്തേൺ എൻഡാണ്. ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത് സദേൺ എൻഡാണ്. നമ്മുടെ ഇന്ത്യ യൂണിയൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സദേൺ എൻഡിലാണ്. എന്നാൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എടുക്കുകയാണെങ്കിൽ മറ്റത് നിക്കോബാറിലല്ലേ, അപ്പോൾ അത് പെടില്ല. നമ്മുടെ ഇന്ത്യയുടെ കരയുടെ ഉള്ളിൽ തന്നെ വരുന്ന കന്യാകുമാരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് അങ്കോർ വാട്ട്. ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് അങ്കോർ വാട്ട്. അങ്കോർ വാട്ട് എന്ന് പറഞ്ഞാൽ ഒരു മോസ്കോ ചേർച്ചോ ടെമ്പിളോ ഒന്നും അല്ല, അതൊരു ബുദ്ധിസ്റ്റ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്, ബുദ്ധിസ്റ്റ് ക്ഷേത്രമാണ്. കംബോഡിയയിലാണ് കേട്ടോ. അപ്പോൾ അങ്കോർ വാട്ട് ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ്, കംബോഡിയയിലാണ്. കുവൈറ്റിലെ നാണയം കുവൈറ്റി ദിനാറാണ്. കുവൈറ്റി ദിനാറാണ് കുവൈറ്റിലെ നാണയം. ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ പിതാവെന്ന് പറയുന്നത് ഐൻസ്റ്റീൻ ആണ്. റിലേറ്റീവ് തിയറി അല്ലേ, E=mc², അതിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗമാണ് കരള്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? കരളാണ്. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് മ്യാൻമർ. സുവർണ പഗോഡകളുടെ നാടെന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? മ്യാൻമറാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതോ? പാമീർ ആണ്. പാമീർ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ ആണ്. പാമീർ താജിക്കിസ്ഥാനിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി എവിടെയാണ്? പനാജിയിലാണ്. ഗോവയിലെ പനാജിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി എന്ന് പറയുന്നത്. ചെറിയ തീരപ്രദേശമാണെങ്കിലും ഓഷ്യാനോഗ്രഫിയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് പനാജിയിലാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മനിലയിലാണ്. ഫിലിപ്പീൻസിലെ മനിലയിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഗോൽ ഗുംബാസ് എവിടെയാണ്? ബീജാപ്പൂരിലാണ്. ഗോൽ ഗുംബാസ് എവിടെയാണ്? ബീജാപ്പൂരിലാണ്. വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ. ഈ ബീജാപ്പൂരിലെ ബീജാനെ എടുത്തിട്ട് ബജി എന്നാക്കിയാൽ ഗോളം പോലെ ഇരിക്കുകയല്ലേ. ബജി എന്ന് പറയുന്ന ഒരു ഗോളം പോലെ ഇരിക്കുന്ന സാധനമാണെന്ന് ഒന്ന് ഓർത്ത് നോക്കാം. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഈയിടെ അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനടുത്തായിട്ട് മാറ്റി വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിന്ന് ഈ ന്യൂസിലൊക്കെ കേട്ടു അല്ലേ. അപ്പോൾ ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. എന്നാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? മുംബൈയിലാണ്. ഓറോവില്ലി എവിടെയാണ്? പുതുച്ചേരി. ഓറോവില്ലി എവിടെയാണ്? പുതുച്ചേരിയിലാണ്. ഓറോവില്ലി പുതുച്ചേരി. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. കുളു താഴ്വര എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഈ കോർബറ്റ് നാഷണൽ പാർക്ക് നമ്മൾ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് കേട്ടിട്ടുള്ളത് അല്ലേ. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. അല്ലെങ്കിൽ ഈ ഗണ്ട് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് ജിമ്മിലൊക്കെ പോയാൽ നല്ല സ്ട്രോങ് ആവും. അപ്പോൾ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ദ ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? ചണ്ഡീഗഡിൽ നിന്നുമാണ് ദ ട്രിബ്യൂൺ പ്രസിദ്ധീകരിക്കുന്നത്. ചണ്ഡീഗഡിൽ നിന്നുമാണ്. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖടക് വാസല. ഖടക് വാസലയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി അല്ലേ. അപ്പോൾ നമ്മുടെ അകത്തേക്ക് കടത്തി വിടാതെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ മെനഞ്ഞെടുക്കുന്ന ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖടക് വാസലയിലാണ്. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ്. ജാലിയൻ വാലാബാഗ് പഞ്ചാബിലാണ്. സോ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. അപ്പോൾ അടുത്ത പേജ് ഇനി അടുത്ത ദിവസം നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.